അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ചക്ക നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുത്ത് ഞാനിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 1.5 കപ്പ് പച്ചരി ഏകദേശം 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായി കഴുകിയെടുത്തതാണ്. ഈ അരി നമുക്ക് ഇതേ ജാറിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തെടുക്കാം. ചിരകിയ തേങ്ങ ചേർത്തെടുക്കാം. ഇതിപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഈ ശർക്കര പാനിയിൽ വേണം നമുക്ക് ഈ അരി അരച്ചെടുക്കാനായിട്ട്. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 7-8 ഏലക്ക കൂടി ചേർത്തെടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചക്കപ്പഴം പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് റെഡിയാക്കിയെടുക്കേണ്ടത്. മാവിന് കട്ടി കൂടുതലാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളമോ ചേർത്തെടുത്ത് ലൂസാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്തെടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നല്ല പോലെ ചൂടായി വന്നാൽ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു വശം കളറൊക്കെ മാറി നന്നായി വെന്ത് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.